ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിനെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നത് ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നത് മാത്രമല്ല, കൂടുതൽ മേഖലകളിലേക്ക് തീ പടരുന്നു എന്നതാണ് അമേരിക്ക നേരിടുന്ന വെല്ലുവിളി. ഇതുവരെ 10-ലധികം മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5700 കോടി ഡോളറിന്റെ നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 1.5 ലക്ഷത്തിലേറെ പേരെ ഇതിനകം ഒഴിപ്പിച്ചു. ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളിൽ വ്യാപക കൊള്ള നടക്കുന്നുണ്ടെന്നാണ് മറ്റൊരു വലിയ നാണക്കേട്. ദുരന്തത്തെ നേരിടാൻ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുവെന്ന് വ്യക്തമാക്കിയ കാലിഫോർണിയ ഗവർണർ തന്നെയാണ് ആളുകളെ ഒഴിപ്പിച്ച പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്ത കൊള്ളയടിയുടെ വിവരങ്ങളും പങ്കുവച്ചത്. ഇത്തരത്തിൽ കൊള്ള നടത്തിയ 20 പേർ പിടിയിലായിട്ടുണ്ടെന്നും ഗവർണർ വിവരിച്ചു. അതേസമയം വലിയ നാശമാണ് കാലിഫോർണിയ മേഖലയിൽ കാട്ടുതീ വിതച്ചിരിക്കുന്നത്. പാലിസാഡയിലെ തീപിടുത്തത്തിൽ ഇതിനോടകം 20,000-ലധികം ഏക്കർ പ്രദേശം കത്തിച്ചാമ്പലായി. അറ്റ്ലാന്റയിൽ മാത്രം 13,000-ലധികം ഏക്കറും തീ വിഴുങ്ങി. 10,000-ങ്ങളെ ഈ പ്രദേശത്ത് നിന്നും മാത്രം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അണുബോംബ് വർഷിച്ചതിന് സമാനമായ കാഴ്ചയെന്ന ലോസ് ആഞ്ചലസ് കൗണ്ടി സുരക്ഷാ മേധാവിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങിയ കാട്ടുതീ ഇന്നേ ദിവസത്തിലും നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും അദ്ദേഹം വിവരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തീ പടരുമെന്ന ആശങ്കയുള്ള പ്രദേശങ്ങളിൽ നിന്നും 1,80,000 പേരോട് എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ തയ്യാറായിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മില്യൺ കണക്കിന് ഡോളറുകൾ മൂല്യമുള്ള വീടുകൾ കത്തിച്ചാമ്പലായ പാലിസാഡയിൽ നിരവധി സെലിബ്രിറ്റികളും ദുരന്തബാധിതരായി. കാലിഫോർണിയയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാം ചെയ്തു വരികയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 5700 കോടി ഡോളറിന്റെ എങ്കിലും നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതായത് ഏകദേശം 30 ലക്ഷം കോടിയോളം രൂപ വരും. ഇത് പുനർനിർമ്മാണ ചെലവ് സർക്കാർ വഹിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി. എന്തായാലും ഈയൊരു ദുരന്തം കൂടുതൽ മേഖലകളിലേക്ക് ഇനിയും വ്യാപിക്കാതെ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്